നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റിന് മുൻവശത്താണ്. അതായത് സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ്. ഇക്കഴിഞ്ഞ മെയ് 19-നാണ് ഈ ഒരു ഗേറ്റ് പൂർണ്ണമായും തുറന്നത്. അതായത് LDF സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം കൂടിയാൽ 1-2 തവണ മാത്രമാണ് ഈ ഒരു ഗേറ്റ് തുറന്നിരുന്നത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിലേറി കുറച്ച് ദിവസങ്ങൾക്കകമാണ് മെയ് 19-ാം തീയതി ഈ ഒരു ഗേറ്റ് പൂർണ്ണമായും തുറക്കുന്നത്. അതായത് നോർത്ത് ഗേറ്റ്, സമര ഗേറ്റ്. ഏത് സമയവും സമരം നടക്കുന്ന ഒരു ഗേറ്റാണ്. എന്തായാലും UDF സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ഈ ഒരു ഗേറ്റ് പൊടുന്നനെ തുറക്കുന്നു. വാർത്തകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതായത് VD സതീശൻ്റെ അല്ലെങ്കിൽ VDSൻ്റെ വിപ്ലവം എന്നെല്ലാം തന്നെ എഴുതിക്കൊണ്ടാണ് പല വാർത്തകളും പുറത്തു വന്നത്. എന്നാൽ മെയ് 19-ന് ഈ ഒരു ഗേറ്റ് തുറന്നതിന് ശേഷം ഏകദേശം 2.5 മാസത്തോളമായി നോർത്ത് ഗേറ്റ് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. കാരണം മുട്ടിന് സമരവും പ്രതിഷേധവും എല്ലാം തന്നെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അന്ന് വിപ്ലവകരമായ രീതിയിൽ ഈ ഒരു ഗേറ്റ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ തുറന്നു എങ്കിലും ഇപ്പോഴുള്ള സാഹചര്യം ഇതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുട്ടിനുള്ള സമരമാണ് നിലവിലിപ്പോൾ VD സർക്കാരിനെതിരെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ നോർത്ത് ഗേറ്റിൻ്റെ മുൻവശത്ത് ഈ സമയക്രമമെല്ലാം തന്നെ എഴുതിയിരുന്നു. അതായത് ഈ ഒരു കവാടത്തിലൂടെ പ്രവേശിക്കുവാനായി ഉള്ള സമയക്രമങ്ങളെല്ലാം തന്നെ അന്ന് എഴുതി വെച്ചിരുന്നു. ആ സമയം രേഖപ്പെടുത്തിയ ബോർഡോ ഒന്നും തന്നെ നിലവിലിപ്പോൾ കാണുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഇത്തരത്തിൽ വാർത്ത കൊടുത്തത്. അതായത് വിപ്ലവകരമായ നീക്കം, നിശബ്ദ വിപ്ലവം, VDSൻ്റെ നിശബ്ദ വിപ്ലവം എന്നെല്ലാം തന്നെ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ നിലവിലുള്ള സാഹചര്യം വല്ലാത്തൊരു വിപ്ലവമാണ് നിലവിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഒരു വശത്ത് LP-ST റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികളുടെ സമരം അതിശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം DYFIയുടെ അടക്കം പ്രതിഷേധ സമരം നടന്നിരുന്നു. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. ഇതാണ് നിലവിലുള്ള ഈ നോർത്ത് ഗേറ്റിന് മുൻപിലുള്ള സാഹചര്യം. വലിയ പോലീസ് സന്നാഹമാണ് നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത്. മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ സമയക്രമമെല്ലാം തന്നെ എഴുതിയിരുന്നു. അന്ന് അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം 1-ാം നമ്പർ വാഹനം ഇന്നോവ കാർ ഈ ഒരു കവാടത്തിലൂടെയായിരുന്നു ഇറങ്ങി വന്നത്. അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വാർത്തയാവുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലുള്ള സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയാണ്. ഈ ഗേറ്റ് 2 ബാരിക്കേഡുകൾ അടുക്കി വെച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഈ ഒരു ഗേറ്റ് പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. വലിയ വാർത്തയായെല്ലാം തന്നെ പുറത്ത് വന്നതായിരുന്നു. എന്നാൽ വലിയ സുരക്ഷയാണ് നിലവിലിപ്പോൾ ഈ ഒരു നോർത്ത് ഗേറ്റിന് മുൻപിൽ ഒരുക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മെയ് 19-ന് തുറന്ന ഗേറ്റാണ് പൊടുന്നനെ ഇപ്പോൾ അടച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് നിലവിലിപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഈ ഗേറ്റ് അന്ന് പ്രഹസനമായി തുറന്നു എങ്കിലും ഇന്ന് പൂർണ്ണമായും അടച്ചിട്ട സാഹചര്യത്തിലാണുള്ളത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.